കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കോച്ചാങ്ങിലെ മനോഹരമായ ഐലൻഡിലേക്ക് വരുന്ന കാഴ്ചയായിരുന്നു കാണിച്ചത്. നമ്മളെ പിങ്കി ബേബി നമ്മളെ കാറിനെ ഫെറിയിലേക്ക് കയറ്റി ഫെറിയിൽ നിന്നാണ് നമ്മൾ കോച്ചാങ് ഐലൻഡിലേക്ക് വന്നത്. നമുക്ക് കാറെല്ലാം എടുത്തിട്ട് വരാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഐലൻഡാണ് കോച്ചാങ് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫയർ ഷോ ഉണ്ട്. ഫയർ ഷോവും പിന്നെ വൈറ്റ് സാൻഡ് ബീച്ചുമാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വൈറ്റ് സാൻഡ് ബീച്ചിൽ രാത്രിത്തെ കാഴ്ചകളാണ് നമ്മളെ കോച്ചാങ്ങിലെ ഒരു ചങ്ങായി രാത്രിയിൽ നല്ല രസത്തിൽ വെക്കുന്നുണ്ട്. ആ സാധനം വേണോ അൻവേ വേണോ വാളവാ നമുക്ക് അങ്ങ് പോയി ചങ്ങായിനെ വിളിച്ചു നോക്കാം. നല്ല വലിയ വാളാണ്ട വലിയ വാള നോക്കിയിട്ട് എന്താ രസം. എന്താ പറയാം คู่ละ250 250ป่ะ คู่นึงนะ จูอ่ะจูแมวนิ่งเอานิ่ง เอาหนึ่งก็เป็นตัวนี้พี่ เท่าไหร่อันนี้อ่ะโอ้อันนี้ชาร์ปใช่ไหมอันนี้โอ้ไม่ดีเนาะอันนี้เท่าไหร่แฟน แบรนด์180 180 ഫാനാണോ ഫാനാണോ എനിക്ക് കേട്ടോ അതാ ഈ ഫാൻ ആ ഇനി ആവും. เป็น അൻവേൻ്റെ ഫാന് മാത്രം കാണുന്നില്ല. അൻവേ രാത്രി നല്ല രസമുണ്ട് കാണാൻ അല്ല അൻവേ ഒരു ഫാന് മേടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണുന്നത്. വൈറ്റ് സാൻഡ് ബീച്ച് രാവിലെ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കൊന്നും കാണത്തില്ലുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും നമുക്ക് ഈ സൈഡ് കാണാൻ പറ്റും. കോച്ചാങ്ങിലെ ഏറ്റവും അടിപൊളിയായ സംഭവമാണ് ഈ ഫയർ ഷോ എന്ന് പറയുന്നത്. ആ ഫയർ ഷോൻ്റെ ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന സംഭവമാണ്. അത് നമുക്ക് നോക്കാം. ഇങ്ങോട്ട് നല്ല മണമാണ്. നിങ്ങൾ തായ്ലൻഡ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഷോ തന്നെയാണ് ഇത്, ഫയർ ഷോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വൈറ്റ് സാൻഡ് ബീച്ചിലെ കോച്ചാങ്ങിലെ വൈറ്റ് സാൻഡ് ബീച്ചിൽ രാത്രി നടക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് 8 മണിക്കാണ് ഇത് സാധാരണ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ താമസിച്ചത് ഒരു കുട്ടീസ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അടിപൊളി ഹോട്ടലാണ് നമ്മൾ താമസിച്ചത്. അതിൻ്റെ സൈഡിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ രാത്രി 8 മണിയാകുമ്പോൾ ഈ ഒരു പരിപാടി ആരംഭിച്ചു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഭക്ഷണം നമുക്ക് കഴിച്ചുകൊണ്ടിരുന്നത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഷോ ആണ്. നിങ്ങൾ കോച്ചാങ്ങിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അടിപൊളിയായിട്ടുള്ള എന്താ പറയുക സീ ഫുഡുകളും ഒരുപാട് ഭക്ഷണങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ട് സ്ഥലമാണ്. നമ്മൾ രാത്രി വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചല്ല, പക്ഷേ അവിടുത്തെ ഫുഡെല്ലാം കണ്ടെടുത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് മാത്രം. അവിടെ തൊമ്മിയും അവിടുത്തെ സീ ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ അതെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അധികം തിരക്കില്ലാത്തൊരു സ്ഥലമാണ് ഈ കോച്ചാങ് എന്ന് പറയുന്നത്. അധികം എന്താ പറയുക ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്നതും വളരെ റിലാക്സ് ആയിട്ട് കാമായി ഇരിക്കാൻ പറ്റുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഒരുപാട് ബീച്ചസും ഉള്ള അടിപൊളിയായിട്ടൊരു സ്ഥലമായിരുന്നു കോച്ചാങ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ നിന്ന് കുറേ നേരം എൻജോയ് ചെയ്ത് വന്നിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് നമ്മൾ തിരിച്ചു നടന്നു.
ഇതാണ് നമ്മുടെ വൈറ്റ് സാൻഡ് ബീച്ച് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ബീച്ചാണ്. കൊച്ചാങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല കുറേ മലകൾ കാണാൻ പറ്റും. നമ്മൾ നിൽക്കുന്ന റൂം സ്റ്റേ അവിടെയാണ് കേട്ടോ. സ്റ്റേ അവിടെ അൻപേടുണ്ട്. അൻപേ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അവിടെ നല്ല അടിപൊളിയായിട്ട് മല കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് ഈ ബീച്ചിൽ. അധികം തിരക്കൊന്നുമില്ല, പക്ഷെ നല്ല വൈബാണ് കേട്ടോ. അൻപേ നോക്കടാ അൻപേ നോക്കടാ. പപ്പ നടക്കാലോ, കുറച്ച് നടക്കാം. കാമോൺ, നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാലോ. എനിക്ക് എന്താ രസം. വീടിനെ കണ്ടെങ്കിൽ വീടിനെ കണ്ട ഇത് അനങ്ങാത്ത. പപ്പ വാ തെര നോക്കിയിട്ട് തെര വെട്ടി നോക്കിട്ടെ. തെരടിക്ക് നോക്കിട്ടെ. എന്താ രസം. തെരടിക്ക് നോക്കിട്ടെ. വാ ഇങ്ങനെ നടക്കാലോ. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നുണ്ട് കേട്ടോ. എന്താ രസം, അടിപൊളിയല്ലേ ഇവേ. കടലെന്ന് പറയാൻ ഒന്നും പറയാനില്ല. എന്താ മോനെ രസം. വൈറ്റ് സാൻഡ് ബീച്ച് കൊച്ചാ. നല്ല പേരെ അടിക്ക് നോക്കിട്ടെ. എല്ലാവരും ഇടയ്ക്ക് നോക്കിയിട്ട് നമ്മൾ നഞ്ഞില്ലേ ഫുള്ള് നഞ്ഞില്ലേ അടിപൊളിയല്ലേ. ഫുള്ള് നഞ്ഞില്ലേ നമ്മള് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ നാനുണ്ട് വെറുതെ നിൽക്കുന്നതോ. അങ്ങോട്ട് നാളെ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി ഫ്രണ്ട്ലി ആയിട്ടുള്ള എലിഫൻ്റാണ്. ഒരുപാട് ആൾക്കാർ ഭക്ഷണം വന്ന് കൊടുക്കുന്നുണ്ട്. നല്ല രസമാണ്. എന്താ മതിയാനം വരെ 3 ആനയായിട്ട് ഇവിടെ ഇല്ല. അൻപേ കൊടുത്തോ. അപ്പുറത്ത് കാണും. വാ ഇപ്പുറത്തോ ഇവിടെ ഉണ്ട്. അതിന് വെച്ചാൽ ഇവിടുന്ന് ഫോട്ടോ എടുക്കാം നമുക്ക്. വാ ബാക്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മല കാണാൻ പറ്റും. ഇവിടെ എലിഫൻ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചങ്ങലൊന്നും ഇട്ട്. ഈ ചങ്ങലൊന്നും ഇടാത്ത എലിഫൻ്റ് വേണ്ട. ഒരു ചങ്ങല ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടില്ല. അതാണ് ഇതിൻ്റെ ഇവിടുത്തെ പ്രത്യേകത. വേണ്ട നല്ല അടിപൊളി വൈബിൻ്റെ സ്ഥലമായിട്ടാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രണ്ട്ലി. ഒരുപാട് ആളുകൾ ഇത് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് സംഭവം ഉള്ളത്. അവിടെ